ക്രിസ്തയേശുവിൻ്റെ മഹനീയ നാമത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഇന്നും നാം തുടർച്ചയായിട്ട് ക്രിസ്തീയ സാക്ഷിത്വം എന്ന പരമ്പരയിൽ നാം ചിന്തിക്കുകയാണ്. ഇന്നത്തെ വിഷയം ക്രിസ്തീയ യുദ്ധം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനു മുൻപായിട്ട് നമ്മുടെ ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ സന്നിധിയിലായിരിക്കാനും തിരുവചനത്തെ ധ്യാനിപ്പാനും ഞങ്ങൾക്ക് തന്ന ഈ വിലയേറിയ സമയത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ വചന ശുശ്രൂഷ കൊണ്ട് അനേകർക്ക് ക്രിസ്തീയമായ ഭാഗ്യമുണ്ടാകുവാൻ കർത്താവ് കൃപയാകണമെന്ന് യേശുവിൽ കൂടി താഴ്മയുടമനയുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണിശമായിട്ടും ഈ ക്രിസ്തീയ സാക്ഷിത്വം എന്ന പരമ്പര നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി ഇരിക്കും എന്ന് ഞാൻ കരുതിയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം ക്രിസ്തീയ യുദ്ധം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ യുദ്ധം എന്ന വാക്ക് പലപ്പോഴും നമ്മെ പേടിപ്പിക്കുന്നതാണ്. നമുക്ക് യുദ്ധം എന്നുള്ളത് നാം പലപ്പോഴും പലയിടത്തും കേൾക്കുന്നുണ്ട്. എന്നാൽ അതിലൊക്കെയും അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൽ നിന്നുള്ളതായ ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ അനേകർ കൊല്ലപ്പെടുന്നു, അനേകർ മരിക്കുന്നു, അനേക ഭൗമികമായ പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തെ എപ്പോഴും ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് കാണുവാനൊക്കെ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ഭൂമിയിൽ യുദ്ധമുണ്ട്, അല്ലെങ്കിൽ അതൊരു വാസ്തവമാണ്. നമുക്കറിയാം, കാലാകാലങ്ങളിലായിട്ട് അനേക യുദ്ധങ്ങൾ നടന്നു. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, അങ്ങനെ ഇതൊക്കെ നടക്കുമ്പോൾ അതിലൂടെ അനേക മനുഷ്യർ, അതേ പ്രത്യേകിച്ച് സ്നേഹഭാജനങ്ങൾ, അതേ തങ്ങളെ തന്നെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ നമുക്കറിയാം, ഒരു കാലത്ത് ഈ ഇന്ത്യയും പാകിസ്ഥാനും സഹോദരങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രമായിരുന്നായ സമയമുണ്ടായിരുന്നു. എന്നാൽ ആ മതത്തിൻ്റെ പേരിൽ രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ നടന്നതായ സംഭവം എന്താണ്? അതിനുശേഷമുണ്ടായ യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്താണ്? അനേകർ, അതായത് സഹോദരങ്ങൾ തന്നെ സഹോദരങ്ങളെ കൊല്ലുന്ന, അപ്പുറത്തും ഇപ്പുറത്തുമായി താമസിക്കുന്ന വ്യക്തികൾ തമ്മിൽ വഴക്കുണ്ടായി, അല്ലെങ്കിൽ യുദ്ധമുണ്ടായി, അതോടുകൂടി മത്സരമുണ്ടായി, അങ്ങനെ കൊല്ലുകയും കൊലപാതകം ചെയ്യുകയും അത് മനുഷ്യനെ പലപ്പോഴും പേടിപ്പിക്കുന്നതായ ഒരു സംഗതിയാണ്. എന്നാൽ ഈ യുദ്ധം ഇവിടെ തുടങ്ങിയതല്ല. പ്രത്യേകിച്ച് വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അത് ഏദൻ തോട്ടത്തിൽ ഈ യുദ്ധം ആരംഭിച്ചു എന്ന് വെളിപാടുകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോൾ വെളിപാട് 12:7 വാക്യം ഞാൻ വായിക്കുന്നത്, പിന്നെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. അപ്പോൾ എവിടെയാണ്? സ്വർഗത്തിൽ. അതെങ്ങനെയാണ് സംഭവിച്ചത്? അതിനെക്കുറിച്ച് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഉണ്ടായതെന്ന് ബൈബിളിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലാതെ നമുക്കത് പ്രത്യേകിച്ച് പലതും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് പറയുവാനൊക്കെ കൊണ്ട് സാധിക്കില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഇടയിലാണ്, അതായത് ലൂസിഫർ എന്ന് പറയുന്നതായ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ നേതാവായ വ്യക്തിയിലാണ് ഇത് തുടങ്ങിയത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറയുകയുണ്ടായി. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 8:44 ഞാൻ വായിക്കുന്നു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു, അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ് വേദപുസ്തകം പിശാചിനെക്കുറിച്ച് ചിത്രീകരിക്കുന്നത്. എന്നാൽ മറ്റ് വേദഭാഗങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് പിശാച്, ലൂസിഫർ ദൈവത്തെക്കാൾ ഉന്നതമായ സ്ഥാനം കൈപ്പറ്റുവാൻ അല്ലെങ്കിൽ ദൈവത്തെ പോലെ ആയിത്തീരുവാൻ ഉള്ളതായ പ്രവണത ഉണ്ടായപ്പോൾ അങ്ങനെയാണ് ഈ സ്വർഗത്തിലെ യുദ്ധമുണ്ടായത്. എന്നാൽ യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? പിശാചിനെയും തൻ്റെ അനുയായികളെയും തോൽപ്പിച്ചു, അവരെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് ഉള്ള ചരിത്രവും വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ ഉൽപ്പത്തി പുസ്തകം 3:15-16 വാക്യം ഞാൻ വായിക്കുന്നത്, ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അപ്പോൾ ഈ ഒരു യുദ്ധ പ്രവണത അത് ആദ്യം മുതലേ ഉള്ളതാണ്.
അതെ ആദ്യ മാതാപിതാവായ ആദമിലും ഹവ്വയിലും അതെ അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. ദൈവം അവരോട് വളരെ നിഷ്കർഷയായിട്ട് പറഞ്ഞു, നിങ്ങൾ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്നതായ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അത് കേൾക്കാതെ അവരെന്ത് ചെയ്തു? അതേ പ്രത്യേകിച്ച് ഹവ്വ ഈ മരത്തിൻ്റെ ചുവട്ടിൽ പോയി അവിടെ പിശാച് പാമ്പ് രൂപേണ വന്നു, അവളെ വഞ്ചിച്ചു, അവളങ്ങനെ പാപം ചെയ്തു. ആ പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് ഉള്ള നടപടികൾ. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൻ്റെതായ പ്രവണതകൾ ഇന്നും തുടർന്ന് കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു യുദ്ധം എന്ന് പറയുന്നത് എന്താണ് ശാസിക്കുന്നത്? അതേ ശത്രുതയും മിത്രവും, അല്ലെങ്കിൽ എന്നിലെ ഒരു ശത്രു അല്ലെങ്കിൽ എനിക്കുള്ളതായ ശത്രുവിനെ പോരാടുക. അപ്പോൾ എപ്പോഴും വേദപുസ്തകത്തിൽ പിശാചിനെ ഒരു ശത്രുവായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ 1 പത്രോസ് 5:8 ഞാൻ വായിക്കുന്നു, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ ഈ വീണപ്പെട്ട അവകാശം നഷ്ടപ്പെട്ടതായ ഈ പിശാചിൻ്റെ അനുയായികളും അല്ലെങ്കിൽ ലൂസിഫറും അവൻ്റെ അനുയായികളായ ദൂതന്മാരും ഈ ലോകത്തിൽ അവർ നമ്മെ, അതായത് മനുഷ്യരെ അവൻ്റെ അടിമകളാക്കുവാൻ വേണ്ടി, മനുഷ്യരെ അവൻ്റെ അധീനതയിലാക്കുവാൻ വേണ്ടിയുള്ളതായ പ്രവണത ഉണ്ട്. അപ്പോൾ ആ ഒരു യുദ്ധത്തെക്കുറിച്ചാണ് ഇന്ന് ഒരു ക്രിസ്തീയ യുദ്ധം എന്ന് പറയുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നു. നമുക്കറിയാം യുദ്ധം പലയിടത്തും നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്നുണ്ട്, നമ്മുടെ വീടിന് അയലൊക്കെ നടക്കുന്നുണ്ട്. പത്രം വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും, വെട്ടിക്കൊന്നു അല്ലെങ്കിൽ അത് ചെയ്തു, അങ്ങനെയുള്ള അനവധിയായ മൃഗീയമായ അല്ലെങ്കിൽ മനുഷ്യന് ഇഷ്ടപ്പെടാത്തതായ അനേക കാര്യങ്ങൾ നമ്മളുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് നിത്യരായതിന് ഓഹരിക്കാരാകേണ്ടതായ എനിക്കും നിങ്ങൾക്കും അതിനെ തടസ്സപ്പെടുവാൻ തക്കവണ്ണം പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവനുമായുള്ള യുദ്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം 6:12 ഞാൻ വായിക്കുന്നത്, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമുള്ളതായ ഒരു യുദ്ധമാണ്. അതെ, പലപ്പോഴും നാം ചിന്തിക്കുന്നത് ഈ ഭൗമികമായ നമ്മുടെ ഈ ചുറ്റുപാടുകൾ കാണുന്നതായ പ്രവണതകളെക്കാൾ ഉപരിയായിട്ട് നമുക്ക് തടസ്സമായി നിൽക്കുന്നതായ പിശാച്, ദുഷ്ടാത്മസേന, അതിനെക്കുറിച്ച് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമാണ് നമുക്കിന്ന് പോരാട്ടമുള്ളത്. അത് അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുമ്പോൾ, കാരണം പൗലോസ് തന്നെ നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് എങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ചില പ്രമാണങ്ങളുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോൾ ശാരീരികമായ പ്രമാണങ്ങളുണ്ട്, മാനസികമായി അല്ലെങ്കിൽ നല്ല മനസ്സാക്ഷിയുള്ളവരായി തീരുവാൻ വേണ്ടിയുള്ളതായ ദൈവകൃപയുണ്ട്. എന്നാൽ അതിനുപരിയായിട്ട്, അതായത് പൗലോസ് പറയുമ്പോൾ പാപത്തിൻ്റെ ശേഷം, ഞാൻ വായിക്കുന്നത് റോമാലേഖനം 7:14 മുതലുള്ളതായ ഭാഗങ്ങളിൽ നിന്നാണ്, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിലുണ്ട്. അതേ നന്മ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും പലപ്പോഴും ചെയ്യുന്ന എന്താണ്? തിന്മയത്രേ എന്നപ്പോൾ പൗലോസ് പറയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് ഗ്രേറ്റ് കോൺട്രവേഴ്സി, ഒരു വലിയ വൻ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഉള്ളിലുണ്ട്, ഹൃദയത്തിലുണ്ട്. അതായത് പലപ്പോഴും ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ നല്ലവരായി നമ്മെ സൃഷ്ടിച്ചു. എന്നാൽ ആ ദൈവ സൃഷ്ടിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവണത, ഒരു ശക്തിയുണ്ട്. ആ ശക്തിയും അതേ പാപത്തിന് ശേഷം നമ്മുടെ ജീവിതങ്ങളിൽ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അത് ഏത് തരത്തിലാണ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ജഡീക നിയമങ്ങൾ, അല്ലെങ്കിൽ ജഡീകമായുള്ളതായ ഒരു പൈശാചിക ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് 1 യോഹന്നാൻ 2:15-16 വാക്യങ്ങൾ ഞാൻ ഇപ്രകാരം വായിക്കുന്നു: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ. അപ്പോൾ ഈ ലോകമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ജഡീകമായ അല്ലെങ്കിൽ പിശാചിൽ നിന്നും ഉടലെടുത്തതായ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് നാം എന്ത് ചെയ്യണം? അതിനെ ജയിക്കണം. ആ ജയത്തിന് വേണ്ടിയുള്ളതായ ഒരു ആഹ്വാനമാണ് അതേ തിരുവചനം നമ്മോട് അനുശാസിക്കുന്നത്. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അത് പിശാച് നിറഞ്ഞിരിക്കുകയാണ്. പിശാച് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ നല്ലവനായി സൃഷ്ടിച്ചു എന്ന് കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ അവനിൽ അതെന്ത് സംഭവിച്ചു? നല്ലവനായിട്ട് സൃഷ്ടിച്ചെങ്കിലും അവനിൽ
കുരുത്തം അല്ലെങ്കിൽ കുരുക്കൾ അല്ലെങ്കിൽ എന്താണ് അതിന് വാക്ക് എനിക്ക് കിട്ടുന്നില്ല, മനുഷ്യൻ്റെ കൃത്രിമങ്ങൾ അല്ലെങ്കിൽ കുസൃതി എന്ന് പറയാനൊക്കത്തില്ല. അത് ഏതെല്ലാം തരത്തിൽ, അതായത് മനുഷ്യൻ ചെയ്യാൻ തക്കവണ്ണം, അതായത് ദുഷ്ടന്മാരുടെ ദുഷ്ടത പ്രവർത്തിക്കുന്നു. അതിനെക്കുറിച്ച് ജെറമ്യാ പ്രവാചകൻ ഇപ്രകാരം പറയുകയാണ് 17:9, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമമുള്ളതും അത് ആരാഞ്ഞറിയുന്നവനാൻ. അതെ, ഇതൊക്കെയും വരുന്നത് നമ്മിൽ നിന്നാണ്, നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ മനസ്സുകൊണ്ട് അതേ കാപട്യം ചിന്തിക്കുന്നു. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമമുള്ളത് അത് ആരാഞ്ഞറിയുന്നവനാർ. അതുകൊണ്ട് ഭൗമിക ലോകത്തിൽ നമുക്കറിയാം ദൈവം പാടില്ല. പ്രത്യേകിച്ച് പറയുമ്പോൾ 10 കൽപ്പന നൽകിയത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ അന്യോന്യം സ്നേഹിക്കുന്നതിനും ദൈവത്തെ സ്നേഹിക്കുന്നതിനുമാണ്. അതിന് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉള്ള രേഖയുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:19 ഞാൻ പ്രകാരം വായിക്കുന്നു, എന്തെന്നാൽ ദുശ്ചിന്ത, നമ്മുടെ ചിന്ത കൊണ്ട് കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദുർഭാഷണം എന്നിവ എവിടുന്ന് വരുന്നു? ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയം ദൈവം നല്ലതായിട്ട് സൃഷ്ടിച്ചതാണ് എങ്കിലും അത് പലപ്പോഴും എന്തായിട്ട് മാറുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ. എന്തെന്നാൽ ചിന്ത എവിടെയാണ് ഉള്ളത്? നമ്മുടെ മനസ്സിലാണ്. അതായത് നല്ല ചിന്ത വരുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ മനസ്സുകൊണ്ട് വലിയ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. ഈ മനസ്സുകൊണ്ട് അത് നമ്മുടെ ശരീരം മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അനേക കാര്യങ്ങൾ ചിന്തിച്ച് ഇമാജിൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, ചിന്തിപ്പാൻ, അല്ലെങ്കിൽ അതിന് ഉള്ള വാക്കുകളൊന്നും വളരെ, അതായത് നമ്മുടെ നല്ല ചിന്തകൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദുശ്ചിന്തകൾ, മനസ്സ് പലതരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതുപോലെ തന്നെ കുലപാതകം, മനുഷ്യനെ കൊല്ലുന്ന ഒരു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘനമാണല്ലോ കൊലപാതകം എന്ന് പറയുന്നത്. എന്നാൽ അത് ചെയ്യുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അവൻ മനസ്സുകൊണ്ട് അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നു. ആശ്രിതം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് സൂത്രപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ മനുഷ്യൻ്റെ ചിന്താഗതികൾ കൊണ്ട് അനേക നോവലുകളിലുണ്ട്. ആ നോവലുകളൊക്കെ ഇന്ന് സിനിമയിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഡിറ്റക്റ്റീവ് നോവൽസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയും കാണിക്കുന്നതാണ് മനുഷ്യൻ വളരെ സൂത്രശാലിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അതായത് വളരെ ഗോപ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇതൊക്കെയും ചെയ്യുവാൻ മനുഷ്യനെ കൊല്ലുന്നു. അതെ, കൊല ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. അത് മറ്റുള്ളവർ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ. അതുപോലെ തന്നെ വ്യഭിചാരം ചെയ്യുക. ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വിവരിക്കുന്നില്ല. പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവയെല്ലാം എവിടുന്ന് വരുന്നു? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ നിന്ന് വരുന്നു. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ തക്കവണ്ണം, അതേ വീണ്ടും റോമാലേഖനത്തിൽ പറയുന്നുണ്ട് മനുഷ്യൻ്റെ പ്രവണത എങ്ങനെയുള്ളതാണ്. അതെ, ഇത് ഒത്തിരി വായിപ്പാനുണ്ട്. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ. അതെ, അങ്ങനെ നിങ്ങൾ വായിക്കുക. റോമാലേഖനം 1:29 മുതൽ 31 വരെ മനുഷ്യൻ്റെ നികൃഷ്ടമായ കാര്യങ്ങളെക്കുറിച്ച് അവിടെ ഒരു വലിയ വിവരണം നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ നിന്നും അതിജീവിപ്പാൻ തക്കവണ്ണമാണ് അതെ ഈ യുദ്ധത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടത്. അതായത് ജഡികമായ കാര്യത്തേക്കാൾ ഉപരിയായിട്ടില്ല, പിന്നെ ദൈവികമായിട്ട്. അതിനെക്കുറിച്ച് 2 കൊരിന്ത്യർ 10:4 ഞാൻ വായിക്കുന്നത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാകുന്നു. എന്നാൽ ഈ പറയപ്പെടുന്നത് പിശാചിൻ്റെ അധീനതയിൽ പാപത്തിന് ശേഷം നാം അകപ്പെട്ടെങ്കിലും ദൈവത്താൽ നമുക്ക് ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം, അതായത് ഉള്ള വകകൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും മനുഷ്യൻ്റെ പ്രവണതയെക്കുറിച്ച് വീണ്ടും മൈഖാ പ്രവാചകൻ പറയുന്നത് 2:1, കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം, അവർക്ക് പ്രാപ്തിയായി ഉള്ളത് കൊണ്ട് പുലരുമ്പോൾ തന്നെ അവർ അത് നടത്തുന്നു. അപ്പോൾ പലരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? അവരെ പലപ്പോഴും പ്ലാൻ ചെയ്താണ്, പദ്ധതികൾ ഒരുക്കിയാണ്. അപ്പോൾ ഈ പദ്ധതികൾ ഒരുക്കിയാൽ അതുകൊണ്ട് അവിടെ അവസാനിക്കുന്നുണ്ട് ഇല്ല. നമ്മെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രിസ്ത്യ വിശ്വാസികളായ നമ്മെക്കുറിച്ച് പറയുന്നത്, നാം വളരെ ആത്മീയമായ ഒരു ജീവിതം നയിക്കണം. ആ ആത്മീയമായ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? ഈ സർവായുധവർഗം ധരിക്കണം. അപ്പോൾ ഈ സർവായുധവർഗം എപ്രകാരമാണ് ലഭിക്കുന്നത്? അതിനെക്കുറിച്ച് അതൊരു വലിയ വിഷയമാണ്. എന്നാൽ അതിനു മുൻപായിട്ട് ഈ യുദ്ധത്തിൽ എന്താണ് നാം ചെയ്യേണ്ടത്, അതിനുവേണ്ടിയുള്ള ഒരുക്കത്തെക്കുറിച്ച്, അതായത് നമുക്കറിയാം ദൈവത്തിൻ്റെ ശക്തിയാലല്ലാതെ ഒരു കാര്യം സാധിക്കുകയില്ല.
ആ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് എങ്ങനെ ലഭിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എങ്ങനെ ലഭിക്കും? നാം അതിനുവേണ്ടി ദൈവത്തോട് മുട്ടിപ്പായിട്ട് മനഃപൂർവ്വമായിട്ട് അതുപോലെ നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവം എന്തു ചെയ്യും? ഇതൊക്കെയും തരാമെന്നാണ്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ദാനം കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് പിശാചുമായുള്ള യുദ്ധത്തിൽ നാം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? ശക്തി ആർജിക്കണം. ഈ ശക്തി ആർജിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ഇരിക്കുന്നതായ ഒരു വ്യക്തിയോടെ സമീപിപ്പാൻ തക്കവണ്ണം പിശാചിന് സാധിക്കില്ല. പ്രത്യേകിച്ച് പറയുമ്പോൾ അതേ തിരുവചനം അനുശാസിക്കുന്നതിന് വെളിപാട് ദിവസം 12 പിശാച് തനിക്ക് ഈ അല്പകാലം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇഴങ്ങി വന്നിരിക്കുകയാണ്. അത് നമുക്കറിയാം, കാലത്തിൻ്റെ അന്ത്യത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് പിശാചിന് ഇനി അധിക നാളുകൾ ഇല്ല എന്നുള്ള ചിന്തയോടുകൂടി വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. ആയതുകൊണ്ടാണ് പറഞ്ഞത്, അതെ നാം അവൻ്റെ ഈ ആക്രമണത്തിൽ തടസ്സം നിൽക്കുവാൻ തക്കവണ്ണം നാം ഒരുങ്ങണം. എന്തിനു വേണ്ടി? അതേ ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യും? ദൈവം ശക്തി തരും, അവനെ തോൽപ്പിക്കാൻ തക്കവണ്ണം സാധിക്കും. വീണ്ടും നാം പിശാചിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് 5:8 നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുകയാണ്. ഇപ്പം ഇതിപ്പോൾ കൂടുതലും സംഭവിക്കുന്നത് ദൈവവുമായി ഈടാർന്ന ബന്ധം പുലർത്തുന്ന വ്യക്തികളെയാണ് അവൻ്റെ ഇര. ആയതുകൊണ്ടാണ് നാം വളരെയധികം, അതാണല്ലോ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥനയിലൂടെ അല്ലാതെ നമുക്കിത് സാധിക്കുകയില്ല. നമുക്കറിയാം, നമ്മുടെ അരുമരക്ഷകനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്ന ആളുകളിൽ താൻ ശക്തി ആർജിച്ചത് പ്രാർത്ഥനയിലൂടെയായിരുന്നു. നമുക്ക് അറിയാം, നാം വായിക്കുന്നുണ്ട്, അവൻ രാവിലെ തോറും അതിരാവിലെ സമയങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രി, മുഴുവൻ രാത്രിയും, അതുപോലെ താൻ പകൽ പ്രവർത്തിക്കുന്നുവെങ്കിലും രാത്രി തോറും ദൈവവുമായുള്ള നിരന്തരമായ ബന്ധം പുലർത്തിക്കൊണ്ടേയിരുന്നു. എന്തിനു വേണ്ടിയാണ്? പിശാചിനെ അതിജീവിക്കുവാൻ. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പോലും താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ വിയർപ്പുകളെ രക്തധാരയായിട്ട് വന്ന് താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇതെന്തിനു വേണ്ടിയാണ്? പിശാച് മനുഷ്യനെ ചുറ്റിക്കുവാൻ, മനുഷ്യനെ അടിപ്പെടുത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. കർത്താവിനെയും അവൻ പരീക്ഷയാണ്, പക്ഷേ കർത്താവ് ഒരിക്കലും അവന് അടിമയായി അല്ലെങ്കിൽ തീർന്നില്ല. വെളിപാടുകാരൻ വീണ്ടും പറയുന്നുണ്ട്, ദൈവജനത്തിനെതിരായി പ്രവർത്തിക്കുന്നതായ ശക്തി അത് പിശാചാണ്. വെളിപാട് 12:17 പറയുന്നത്, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി തങ്ങളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അപ്പോൾ അവനെന്താണ്? ദൈവകൽപ്പന പ്രമാണിക്കുകയും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരും, യേശുവിൽ വിശ്വസിക്കുന്നവരുമായ ശേഷിപ്പ് സന്തതിയോട് യുദ്ധം ചെയ്യുവാൻ. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നതായ സമൂഹത്തെ എങ്ങനെയെങ്കിലും തൻ്റെ പാട്ടിലാക്കുവാൻ വേണ്ടി, തൻ്റെ ഭാഗത്താക്കുവാൻ വേണ്ടി, അതിനുള്ള പുറപ്പാടാണ്. എന്നാൽ അതൊരു വലിയ യുദ്ധമായിട്ടാണ് വെളിപാടുകാരൻ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അപ്പോൾ ആ പുറപ്പെട്ടവനായ പിശാചിനെ ജയിക്കുവാൻ തക്കവണ്ണം എന്തു ചെയ്യണം? നാം ശക്തി ആർജിക്കണം. വീണ്ടും മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട് 10:18 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിൽ, എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുൻപിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷികളായി നമ്മെ ചിലപ്പോൾ രാജാക്കന്മാരുടെ മുൻപിലോ അല്ലെങ്കിൽ ന്യായാധിപതികളുടെ മുൻപിലോ കൊണ്ടുപോകും. അവിടെയൊക്കെയും യേശുവിൻ്റെ ഉത്തമ സാക്ഷികളായി ജീവിപ്പാൻ തക്കവണ്ണം നാം ഇരിക്കണം. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ആയതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണ്? വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കുമാറ് കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്നതായ കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. പ്രിയരെ, ഇത് വായിക്കുമ്പോൾ നാം ഓർത്തു പോകേണ്ട ഒരു കാര്യം എന്താണ്? ഈ ഭൗമിക ലോകത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ക്രിസ്തീയ പ്രസംഗങ്ങളൊക്കെയും വളരെ ചുരുക്കമായിട്ട് ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്.
അതായത് ഒരു പൊതുപ്രസംഗങ്ങൾ നടത്തുവാൻ തക്കവണ്ണം പലപ്പോഴും ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ അനുവാദമില്ല. നേരത്തെ പെർമിഷൻ വാങ്ങിച്ചാൽ തന്നെയും മറ്റ് ശക്തികൾ ഇപ്പോൾ അതിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആയതുകൊണ്ട് നാം എപ്പോഴും കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെയും വചനം പ്രസംഗിക്കുക. അതിനെക്കുറിച്ച് പറയുന്നത് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. ഇപ്പോഴാണ് എനിക്കിപ്പോൾ പറ്റിയല്ലെന്ന് പറയരുത്. അതായത് ഒരു വ്യക്തിയോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷീകരിക്കാനുള്ളൊരു സമയം കിട്ടിയാൽ അത് തക്കത്തിൽ വിനിയോഗിക്കുക. അതുപോലെ പലരും ഇന്ന് പ്രസംഗം കേൾക്കുന്നതിന് താല്പര്യമില്ല. ടി വിയിലുള്ളതായ കാര്യങ്ങൾ, അതുപോലെ സീരിയലുകൾ കണ്ട് അതിൽ നമുക്കറിയാം പല ഭവനങ്ങളിലും ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയം മാറ്റിവെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? ടി വി സീരിയലിൻ്റെ സമയമാണ്. ആ ടി വി സീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അത് കണ്ടുകൊണ്ട് കുറച്ച് നേരം അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുമ്പോൾ, കണിശമായിട്ടും ഹൃദയസ്പർശിയായ കാര്യങ്ങൾ ദർശിക്കുമ്പോൾ കണ്ണിൽ കൂടി കണ്ണുനീർ വരും, അല്ലെങ്കിൽ കുറേ നേരം സന്തോഷിക്കാം. എന്നാൽ അതൊന്നും വാസ്തവമല്ല. വാസ്തവമായത് എന്താണ്? ദൈവനീതിക്ക് യോഗ്യമായ ഫലം കായ്പാൻ തക്കവണ്ണം. പലപ്പോഴും പള്ളിയിൽ പോയി പ്രസംഗം കേൾക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഉറങ്ങും. എന്നാൽ ടി വിയുടെ മുൻപ് ഇരുന്നാൽ എന്ത് ചെയ്തും ഉറക്കം വരികയില്ല. അപ്പോൾ എന്താണ്? സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയാണ്. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തക്കവണ്ണം തിരിയുന്ന ഒരു കാലം. ഞാൻ പറഞ്ഞല്ലോ, ടി വിയിൽ കാണുന്നതെല്ലാം കെട്ടുകഥകളാണ്. അതുപോലെ തന്നെ ആ കെട്ടുകഥകൾ കേട്ട് അത് കണ്ടുകൊണ്ട് മനുഷ്യൻ സമയം ചിലവഴിക്കുന്നതായ ഒരു സമയമാണ്. ആയതുകൊണ്ട് അതിൽ നിന്നും വിട്ടുനിന്നിട്ട് പൗലോസാണ് പറയുന്നത്, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷൻ്റെ പ്രവൃത്തി ചെയ്യുക, അങ്ങനെ നിൻ്റെ ശുശ്രൂഷ നിർവടിയായി നിവർത്തിക്കുക. അങ്ങനെ നാം ചെയ്യുമ്പോൾ കണിശമായിട്ടും ഈ പിശാചിൻ്റെ ആ വലിയ പോരാട്ടത്തിൽ എതിർത്ത് നിൽപ്പാനുള്ളതായ ശക്തി ദൈവം തരും. ആയതുകൊണ്ട് നാം ഓരോരുത്തരും ഇതിനു വേണ്ടി ഒരുങ്ങേണ്ടതായ ഒരു കാര്യമാണ്. ആയതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം, അതായത് നമ്മുടെ സമയം വളരെ വിലയേറിയതാണ്. അത് നന്നായിട്ട് വിനിയോഗിക്കുക. പ്രത്യേകിച്ച് പറയുമ്പോൾ തിരുവചനം കൂടുതലായി പഠിക്കുക, അതിന് നാം സമയം ചിലവഴിക്കുക. എന്ന് മുമ്പേ പറഞ്ഞല്ലോ, ടി വിക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നത് വൃഥാവാണ്. അത് കെട്ടുകഥകൾ കേൾക്കുകയാണ്. അതല്ല, അത് ചിലപ്പോൾ നമുക്ക് കർണരസമാണ്, അല്ലെങ്കിൽ അത് നമുക്ക് സന്തോഷിപ്പിക്കുന്നതാണ്, ആനന്ദം നൽകുന്നതാണ്. അത് ചിലപ്പോൾ നമ്മുടെ ഇമോഷനെ സ്വല്പനേരം ചിലവഴിപ്പാൻ സാധിക്കും. പക്ഷേ അതിനുവേണ്ടിയല്ല. പിന്നെയോ വാസ്തവമായി നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് നാം എന്ത് ചെയ്യുക? ജീവിക്കുക. കർത്താവ് വരുവാൻ അധികം നാളില്ല. ആയതുകൊണ്ട് ഈ വൻ പോരാട്ടത്തിൽ വിജയാളികളാകുവാൻ ഗുണം ദൈവത്തോട് നാം അടുത്ത് ചെല്ലുക. അവൻ നമ്മോട് അടുത്ത് വരും. അങ്ങനെ നാം ദൈവത്തോട് എടുക്കുമ്പോൾ കണിശമായിട്ടും പിശാച് നമ്മെ വിട്ട് ഓടിപ്പോകും. ആ ഒരു അനുഭവം ഉണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് തുടർന്നും ചിന്തിക്കാം. അതിനു മുമ്പായി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നതായ ഈ ധ്യാനയോഗത്തെ കർത്താവ് അനുഗ്രഹിച്ചു. കേട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് നല്ല ഫലം കായ്പാൻ കർത്താവ് കൃപയാകണമേ. അവിടുത്തെ കൃപയിൽ അടിയങ്ങളെ സൂക്ഷിക്കണമേ. യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരുമേ കണിശമായിട്ടും നിങ്ങൾ ഈ കേട്ട ധ്യാനയോഗത്തിന് നന്ദി പറയുന്നു. ഇത് നിങ്ങൾക്കെന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുവാൻ ചില കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ വിലാസത്തിൽ എഴുതുക. കണിശമായിട്ടും ഞങ്ങളുടെ ഹോപ്പ് ടീം നിങ്ങളോട് വേണ്ട മറുപടി നൽകുന്നതായിരിക്കും.